യൂണിറ്റ് 2 മെയിനായിട്ട് പറയുന്നത് കുറച്ച് പ്ലേസിനെ കുറിച്ചാണ്. മഹേഷ് ദത്താനിയുടെ പ്ലേസ് ആണ്. ഫസ്റ്റത്തെയാണ് വേർ ദർ ഈസ് എ വിൽ എന്നുള്ളത്. ഇതിൽ മെയിനായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്. ഹസ്മുഖ് മെഹ്ത്ത, ഇതാണ് ഒരു കൺട്രോളിങ് ബിസിനസ് മാൻ, മെയിൻ അത് പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ പ്ലേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആളിപ്പോൾ ഒരു ഗോസ്റ്റ് ആണ്. അതുപോലെ പേട്രിയാർക്കൽ പവർ ആൻഡ് ഇമോഷണൽ മാനിപ്പുലേഷൻസ് അതൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഹസ്മുഖ് മെഹ്ത്ത. അതുപോലെ സൊണാലി മെഹ്ത്തയുണ്ട്, ആളുടെ വൈഫാണ്. ഒരു സബ്മിസീവ് വൈഫ് എന്ന് പറയാം. ഇമോഷണലി വളരെ നെഗ്ലക്റ്റഡ് ആണ്. കൺട്രോൾഡ് ബൈ ഹർ സിസ്റ്റർ രേണു. രേണു എന്ന് പറയുകയാണെങ്കിൽ സൊണാലിയുടെ സിസ്റ്റർ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഹൗസ് ഇമോഷണൽ ഇംബാലൻസ് എന്ന് പറയാം. ലിറ്റിൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രം മാരേജ്. അപ്പം അത്രയും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ലൈഫാണ് സൊണാലി ലീഡ് ചെയ്യുന്നത്. സോ ഇതാണ് ഹസ്മുഖ് മെഹ്ത്ത, സൊണാലി മെഹ്ത്ത. ഇനി ഹസ്മുഖിൻ്റെയും സൊണാലിയുടെയും മോനാണ് അജിത്ത്. അജിത്ത് മാരീഡാണ്. വൈഫ് പ്രീതി. അജിത്ത് ഭയങ്കര വീക്ക് ആൻഡ് ഇൻഡിസൈസീവ് ആണ്. റിസെൻസ് ഹിസ് ഫാദർ ഫോർ ബീലിറ്റ്ലിംഗ് ഹിം ആൻഡ് ഡിനൈങ് ഇൻഡിപെൻഡൻസ്. വൈഫാണെങ്കിലോ ഒരു മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ഗ്രീഡി ആയിട്ടുള്ള വുമൺ ആണ്. ഹാസ്റ്റൻഡ് ഹസ്മുഖ്സ് ഡെത്ത് ബൈ ടെമ്പറിങ് വിത്ത് മെഡിസിൻസ്. മരണത്തിന് കാരണം തന്നെ ഈ സ്ത്രീയാണോ എന്നുള്ളത് ഒരു ക്ലൂ പോലെ പറയുന്നുണ്ട്. പ്രീതി എന്തെങ്കിലും മെഡിസിൻ മാറ്റി എന്തെങ്കിലും ചെയ്തതായിരിക്കണം ആളുടെ മരണകാരണം, പെട്ടെന്ന് വേഗം മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. കിരൺ ജാവേരി ഉണ്ട്, ഹസ്മുഖിന്റെ ഫോമർ മിസ്ട്രസ് ആണ്. ഇമോഷണലി ഭയങ്കര മെച്യൂർ ആണ്. ഹസ്മുഖിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന്, അതായത് ആ ഗോസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന്, പക്ഷെ ആ ഫാമിലീനെ അയാളുടെ ലിങ്കറിങ് കൺട്രോൾ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. കിരൺ ജാവേരിയാണ് ഈ ഫാമിലീനെ മൊത്തം ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് വരുന്നത്. സോ മൊത്തത്തിൽ ഈ പ്ലേ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഡാർക്ക് കോമഡി. ഇറ്റ് ക്രിട്ടിക്സ് പേട്രിയാർക്കി, ഫാമിലി കൺട്രോൾ, ഇൻഹെറിറ്റൻസ്. ഹസ്മുഖ് ഡൈസ് ബട്ട് കണ്ടിന്യൂസ് ടു ഡോമിനേറ്റ് ദ ഫാമിലി ആസ് എ ഗോസ്റ്റ്. Tries to control his household through his will. Former mistress comes and stays with them. Instead of reinforcing his authority, Kiran helps expose Hasmukh's insecurities, contradictions, and emotional emptiness. Ghost's realization that he is not the self-made powerful man, but just a product of his father's expectations and others' needs. അങ്ങനെ ഒരു സിംബോളിക് എക്സോസിസം ഓഫ് ദ ഗോസ്റ്റ് നടക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് വിട്ട് പോകുന്നു. ഫ്രീഡം ടു ദ ഫാമിലി. ഇതാണ് ശരിക്കും പറഞ്ഞ ആ ഒരു മൊത്തം പ്ലേയിലുള്ളത്. ഇതിൽ എക്സ്പ്ലിസിറ്റായി പറയില്ലെങ്കിലും ഹസ്മുഖ് മെഹ്ത്തയുടെ ഫാദർ ഇതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, സ്ട്രിക്റ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ഒക്കെ ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ട് ആൾക്കാരെ പ്രഷറൈസ് ചെയ്ത് ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ആളുടെ കയ്യിൽ നിന്നാണ് ഹസ്മുഖ് മെഹ്ത്തയ്ക്ക് ഇങ്ങനെ കിട്ടുന്നത്. വൈഫ് വളരെ ഫണ്ണി ആയിട്ട് പറയുന്നുണ്ട്. ഹസ്മുഖ് മെഹ്ത്ത എന്നുള്ള പേര് തന്നെ ഭയങ്കര എന്താണ്, ലാഫിങ് ഫേസ് ഉള്ള, അല്ലെങ്കിൽ വളരെ പ്രസന്നവദനമുള്ള ഒരു ഫേസ് എന്നാണ്. ഇയാൾ ഒരിക്കലും ചിരിക്കുന്നില്ല എന്നുള്ളൊരു ഫണ്ണി ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. സോ ഇതെല്ലാം ഇയാൾ മനസ്സിലാക്കുകയാണ് ഇയാളുടെ ഫാദറിൻ്റെ എക്സ്പെക്റ്റേഷന് വേണ്ടി നടക്കുന്ന ഒരു മകനായിരുന്നു, അത് മാത്രമാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇയാൾക്ക് ഫാമിലി ലൈഫിലും ഹാപ്പി ആവുന്നില്ല, അതുകൊണ്ടാണല്ലോ മിസ്ട്രസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ മനസ്സിലാക്കി അങ്ങനെ ഒരു സിംബോളിക് എക്സോസിസം ഓഫ് ദ ഗോസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഫാമിലിക്ക് ഫ്രീഡം ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത പ്ലേ ആണ് ഡാൻസ് ലൈക്ക് എ മാൻ. ഡാൻസ് ലൈക്ക് എ മാനിലെ ക്യാരക്ടേഴ്സ് ഉള്ളത് ജയരാജ് ആൻഡ് രത്നയാണ്. അവർ മാരീഡ് കപ്പിൾ, ഭരതനാട്യം ഡാൻസേഴ്സ്. ജയരാജിന്റെ ഫാദർ അമൃത് ലാൽ. ഹി ബിലീവ്സ് ദാറ്റ് ഡാൻസ് ഇസ് എ ഫെമിനിൻ ആർട്ട് ആൻഡ് ഡസ് നോട്ട് സൂട്ട് മെൻ. Because he was a reformist and people would laugh at him for Jairaj's action, and also he removes them from his house and property. So അങ്ങനെ ജയരാജും വൈഫും വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ രത്നയുടെ അങ്കിളിന്റെ വീട്ടിലാണ് പോകുന്നത്. As uncle had ill intentions on Ratna, they came back to Jairaj's house again and Ratna agreed to father-in-law's conditions. അങ്ങനെ ഫാദർ-ഇൻ-ലോയുടെ കണ്ടീഷൻസിന് എന്താ പറയുക ഓക്കെ പറഞ്ഞിട്ടാണ് രത്ന തിരിച്ചു വരുന്നത്. അതായത് he bribes Ratna and turns her anger against her husband. അതുപോലെ രത്നോട് പറഞ്ഞ് അവൻ്റെ ഡാൻസ് കരിയറിനെ എന്താണ് നശിപ്പിക്കാനായിട്ട്, സ്പോയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അമൃത് ലാൽ. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ സണ്ണിൻ്റെ ഡെത്ത് നടക്കുന്നുണ്ട്. ശങ്കർ, ഹി വാസ് ദ എൽഡർ സൺ. ഭയങ്കര ഇൻഫൻ്റ് ആയിരിക്കുമ്പോഴേ മരിച്ചുപോയി. അതായത് ജയരാജ് ബ്ലെയിംസ് ഹിസ് വൈഫ് ആസ് ഷീ വാണ്ടഡ് ടു ബി സക്സസ്ഫുൾ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹോം ബൈ അപ്പോയിൻറ്റിങ് എ നാനി. ഒരു കുട്ടീനെ നോക്കാൻ ഒരു നാനി, ടു ടേക്ക് കെയർ ഓഫ്
സൺ. അപ്പം അങ്ങനെ പോയതുകൊണ്ട് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാനി ഹാഡ് ഗിവൻ ഹിം എ സ്ലീപ്പിംഗ് ഡോസ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ഹിസ് ഡെത്ത്. അതങ്ങനെ കൊടുത്ത ആ ഡോസ് കൂടിപ്പോയതിൻ്റെ ബേസിസിലാണ് ഈ കുട്ടി മരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി എപ്പോഴും ജയരാജ് ബ്ലെയിം ചെയ്യുന്നുണ്ട്. ജയരാജ് ആൽക്കഹോളിക് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെയുള്ളതാണ് ലത. പിന്നെ ഉണ്ടായ ഡോട്ടറാണ് ലത. അതൊരു ഡാൻസർ തന്നെയാണ്. ഫാൾസ് ഇൻ ലവ് വിത്ത് വിശ്വാസ്, എ സിമ്പിൾ ആൻഡ് കൈൻഡ് മാൻ. അങ്ങനെയാണ് പോകുന്നത്. ലതേനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രത്ന കുറേ എന്താ പറയുക ഡാൻസിൻ്റെ പ്രോഗ്രാംസ് എല്ലാം പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും ഫെയിം എല്ലാം ലഭിക്കുന്നുണ്ട്. പക്ഷെ രത്ന ഇവിടെ ഭയങ്കര സെൽഫിഷാണ്. ബിക്കോസ് ഓഫ് രത്ന ജയരാജ് ലൂസസ് ഹിസ് കരിയർ, ആൽക്കഹോളിക് ആവുന്നു. രത്ന എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഡോമിനേറ്റിംഗ് ആണ്, ഡിസിഷൻ മേക്കർ ഓഫ് ദ ഹോം എന്നൊക്കെ പറയുന്നതാണ്. ആൻഡ് ഓൾസോ രത്ന ജയരാജിനെ മാരി ചെയ്തത് തന്നെ അവളെ ഡാൻസ് ചെയ്യാൻ അലൗ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ എഗെയിൻ എ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുക തോട്ട് അതിൻ്റെ പുറകിലുണ്ട്. പിന്നെ എന്താണ്, ഫാദർ ഇൻ ലോയ്ക്ക് പ്രോമിസ് ചെയ്തതിന് ശേഷം ഷി വാസ് പ്രിവെൻറ്റിംഗ് ലീഡ് റോൾസ് ഫോർ ഹർ ഹസ്ബൻഡ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പ്ലേ എൻഡ് ചെയ്യുന്നത് എന്താണ്, ലതയുടെ ഡോട്ടറിൻ്റെ ബർത്ത്തോടു കൂടിയാണ്. ബർത്ത് ഓഫ് ലതാസ് ഡോട്ടർ, ദാറ്റ് ഈസ് ദ എൻഡ് ഇമേജ് ആൻഡ് ഇറ്റ് റിപ്രസെൻറ്റ്സ് എ ന്യൂ ബിഗിനിങ്. അങ്ങനെയാണ് ഇത്. ഇതിൻ്റെ മെയിൻ തീംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻഡർ റോൾസ് ആൻഡ് പേട്രിയാർക്കി, ഇൻഡിവിജ്വൽ ഡിസയർ ആൻഡ് സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, failure, frustration, artist tragedy, marriage as a site of power struggle, tradition versus modernity. ട്രഡീഷൻ പറയുകയാണെങ്കിൽ അമൃത്ലാൽ ഒരു ട്രഡീഷണൽ പേഴ്സൺ ആണ്, പക്ഷെ ഒരു സെലക്റ്റീവ് ട്രഡീഷണൽ ആണ്. കാരണം സപ്പോർട്ട്സ് കൾച്ചർ ഓൺലി വെൻ ഇറ്റ് സൂട്ട്സ് ഹിസ് ഐഡിയ ഓഫ് മസ്കുലിനിറ്റി. അതായത് ആൻഷ്യൻ ക്ലാസിക്കൽ ഡാൻസ് ഹിസ്റ്റോറിക്കലി മെൻ ഓൾസോ ഡിഡ് പെർഫോം ഇറ്റ്. പക്ഷേ അമൃത്ലാൽ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി മോഡേണിറ്റി പറയുകയാണെങ്കിൽ ജയരാജാണ് മെയിനായിട്ട് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം ജയരാജ് വോണ്ട്സ് സൊസൈറ്റി സപ്പോർട്ട്. അതായത് ആളുടെ ഇഷ്ടപ്പെട്ട ഒരു കരിയർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പാഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സൊസൈറ്റി സപ്പോർട്ട് ഓൺലി ദേ ഫോർ രത്ന ബിക്കോസ് ഷീ ഈസ് എ വുമൻ. അതുകൊണ്ട് ആൾക്ക് മാത്രമേ സപ്പോർട്ടുള്ളൂ. അപ്പോൾ ഒരു പേഴ്സണൽ ഫ്രീഡം ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ജയരാജനെ സമ്മതിക്കുന്നില്ല. സോ അത് ഒരു പോയിന്റാണ്. സോ അതാണ് ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി. സോ അതും ഒരു തീമാണ്. അടുത്ത പ്ലേ ആണ് ബ്രേവ്ലി ഫോർ ദ ക്വീൻ. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോളി, അൽക്ക. അതുപോലെ ഡോളി മാരി ചെയ്യുന്നത് ജിതേനെയാണ്, അൽക്ക മാരി ചെയ്യുന്നത് നിത്തിനെയാണ്. ജിതേൻ ആൻഡ് നിത്തിൻ ആർ സിബ്ലിങ്സ് ആൻഡ് ദെയർ മദർ ബ, അവരാണ് മദർ ഇൻ ലോ. ഡോളിയുടെ അൽക്കയുടെ മദർ ഇൻ ലോ. ഇനി ഡോളി അൽക്കയ്ക്ക് ബ്രദർ ഉണ്ട്, പ്രഫുൽ. ഓക്കെ, ഇവിടെ മെയിനായിട്ട് കാണുന്നത് എന്താണ്, ഹോം ബിക്കംസ് എ സൈറ്റ് ഓഫ് കോൺഫ്ലിക്റ്റ്, വയലൻസ് ആൻഡ് പവർ സ്ട്രഗിൾ. പ്ലേ എക്സ്പോസസ് മെയിൽ ഡോമിനേഷൻ ആൻഡ് പേട്രിയാർക്കൽ വയലൻസ്. സോ അൽക്കയുടെ സഫറിങ്സ് ആണ് ആദ്യം കാണുന്നത്. നിതിൻ ഡ്രൈവ്സ് ഹർ ഔട്ട് ഓഫ് ഹിസ് ഹൗസ്. ബ്രദർ പ്രഫുൽ ഹു വൺസ് പുഷ്ഡ് ഹർ ഫേസ് നിയർ എ ബേണിംഗ് സ്റ്റവ് ആൻഡ് ബേൺഡ് ഹർ ഹെയർ. അങ്ങനെ ഒരു ഡ്രൈ ലവ്ലെസ് മാരേജ് ആണ് അൽക്കയുടെ. ആൻഡ് ഷീ ഓൾസോ അഡിക്റ്റഡ് ടു ആൽക്കഹോൾ. Realizes that Nitin has homosexual relation with her own brother Praful. ഓൺ ബ്രദറായിട്ട് ഒരു ഹോമോസെക്ഷൽ റിലേഷൻ ആണെന്ന് മനസ്സിലാക്കുകയാണ്. ആൻഡ് ബ്രദർ ഇവളെ എന്ത് ചെയ്താൽ ബിട്രേ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചുകൊണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ഇനി ഡോളിയുടെ സഫറിങ് പറയുകയാണെങ്കിൽ ഡോളിന്ന് ഇപ്പോൾ ബായും ഡോളിയും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അതായത് ബാ ഓൾസോ വയലൻ്റ്ലി ബീറ്റൻ ബൈ ഹെർ ഹസ്ബൻഡ്, ഡോളി അതെ ബീറ്റൻ ബൈ ഹെർ ഹസ്ബൻഡ് ജിതേൻ. അതുപോലെ ഡോളിന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ജിതേൻ അവളോട് കാണിച്ച ചില എന്താ പറയുക ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ബേസിസിൽ ദക്ഷ എന്ന് പറയുന്നത് അവരുടെ കുട്ടിയാണ്, അവർക്ക് എന്ത് പറ്റുന്നുണ്ട്, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ട് മാറുന്നുണ്ട്. സോ അതിൻ്റെ ഒരു കോൺസിക്വൻസും കൂടെ പറയുന്നതാണ്. അപ്പോൾ ബായും ഡോളിയും ഒക്കെ ഒരേ ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് അവരുടെ ആ ഒരു ആങ്കർ ഇഷ്യൂസിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രേ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഷോ ആസ് വിമൻ ട്രാപ്ഡ് ഇൻ ക്ലോസ്ട്രോഫോബിക് ഡൊമസ്റ്റിക് സ്പേസസ്. അതുപോലെ ത്രിവേദി ബ്രദേഴ്സിനെ നമ്മൾ പറയുന്നത് അതായത് സെക്ഷുവൽ മോറൽ ഡീഗ്രേഡേഷൻ റോട്ട് ബിനീത്ത് urban affluence. ആ urban affluence അല്ലെങ്കിൽ ആ ഒരു സർഫസ് ഗുഡ് ഇമേജിന് താഴെയുള്ള ആ ഒരു റോട്ട്, ആ ഒരു ആ ഒരു ബാഡ് ഇമേജാണ് കാണിച്ചിരിക്കുന്നത്. ജിതേനൊക്കെ പറയുകയാണെങ്കിൽ വയലന്റ് പേട്രിയാർക്ക് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിതിൻ പ്രഫുലിൻ്റെ ആ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിന് ഒരു കവറായിട്ട് ഒരു ഹെട്രോസെക്ഷൽ മാരേജിന്, അതായത് നിതിൻ ആൾക്കായിട്ട് മാരേജ് ചെയ്യാണ്. എന്തിനു വേണ്ടി? ഈ ഒരു ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി.
അതുപോലെ ജിതേൻ ആൻഡ് ശ്രീധർ ഇവരെന്താ ചെയ്യുന്നത്, പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിസിറ്റ് ചെയ്യുന്നു, ഈവൻ ബ്രിങ്ങിങ് ദം ടു ദി ഓഫീസ്. അവരുടെ ആ ഒരു ഒബ്സഷൻ വിത്ത് പ്ലഷർ, മെറിറ്റൽ ലൈഫിലുള്ള അവരുടെ ബോർഡും അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി വിമന്റെ കോപ്പിംഗ് മെക്കാനിസം നോക്കുകയാണെങ്കിൽ അൽക്ക അഡിക്റ്റഡ് ടു ആൽക്കഹോൾ, അല്ലെങ്കിൽ എന്താ പറയുക, അവൾ കോപ്പി ചെയ്യുന്നത് ആൽക്കഹോൾ കുടിച്ചുകൊണ്ടാണ്. ഡോളി ആണെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫാൻറ്റസി, കൻഹയ്യ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ലളിതയാണെങ്കിൽ എന്താ, ഒബ്സസീവായിട്ട് ബോൺസായി ഗ്രോയിങ്, ഈ ബോൺസായി ട്രീസ് ഗ്രോ ചെയ്യുക എന്നുള്ളതിൻ്റെ ഭയങ്കര ഒരു ഭ്രാന്ത് പിടിച്ചോണമാണ് ലളിതയ്ക്ക്. അപ്പോൾ ബോൺസായി ട്രീസ് ആക്ച്വലി ഇവിടെ ഒരു സിംബലൈസേഷനാണ്, അതായത് ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ലൈവ്സ് ഓഫ് വിമൻ, അതൊക്കെയാണ് ഇവിടെ ബോൺസായി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ടൈറ്റിൽ ബ്രേവ്ലി ഫോർ ദ ക്വീൻ എന്നൊക്കെ പറയുന്നത് അതൊരു ഹിസ്റ്റോറിക്കൽ ക്വീനിനെ ഉദ്ദേശിച്ച പോലെയല്ല. അതായത് അത് മാത്രമല്ല, ബട്ട് വിമൻ ലൈക്ക് അൽക്ക ആൻഡ് ഡോളി ഹു റെസിസ്റ്റ് പേട്രിയാർക്കി ഇൻ ദർ ഓൺ വേസ്, അവരിങ്ങനെ കോപ്പിംഗ് മെക്കാനിസം വെച്ച് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് അറ്റ് ലാസ്റ്റ് അവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അൽക്കയുടെ ഒരു ആക്ട് ഓഫ് റെസിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ പാരലൽ ചെയ്യുന്നത് ടു ക്വീൻ ഹു ബ്രേവ്ലി ഫോട്ട് പാട്രിയാർക്കി. ഡോളി ആണെങ്കിൽ ആളുടെ സൈലൻസ് ചേഞ്ച് ടു സ്പീച്ച്, ആ ഫീമെയിൽ അവേക്കനിങ് ആൻഡ് അസേർഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞ ബ്രേവ്ലി ഫോട്ട് ദ ക്വീൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റാണി ലക്ഷ്മിബായി ഓഫ് ഝാൻസി, ഹു ബ്രേവ്ലി ഫോട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഡ്യൂറിങ് 1857 റിവോൾട്ട്, നാഷണൽ ഐക്കൺ ഓഫ് കറേജ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ആളെ കാണുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ അൽക്ക ഡോളിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ക്വീനിനെ പാരലൽ അയച്ച് അവരുടെ ആക്ട് ഓഫ് റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അവർ കുറേ കോപ്പിംഗ് മെക്കാനിസംസ് വെച്ച് അവർ ചെയ്തെങ്കിലും അറ്റ് ലാസ്റ്റ് അവർ ആ സൈലൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അവർ വോയിസ് റേസ് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു ഇത് എന്താ പറയുക, ഡിഗ്നിറ്റി തിരിച്ചു പിടിക്കുന്നതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ അതാണ് ഈ ബ്രേവ്ലി ഫോർ ദ ക്വീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ഫൈനൽ സൊല്യൂഷൻസ്. ഫൈനൽ സൊല്യൂഷൻസും ഇതൊക്കെ നമ്മളുടെ മഹേഷ് ദത്താനിയുടെ പ്ലേസ് തന്നെയാണ്. അതിൽ ഫൈനൽ സൊല്യൂഷൻ്റെ മെയിൻ ക്യാരക്ടർ ഹർദിക എന്ന് പറയുന്നത് ആദ്യം രംനിക് ഗാന്ധി ആൻഡ് അരുണ. രംനിക് ഗാന്ധി എന്ന് പറയുകയാണെങ്കിൽ മോഡേൺ എഡ്യൂക്കേറ്റഡ്, വളരെ സെക്യുലർ ആയിട്ടുള്ള, ടോളറൻ്റ് ആയിട്ടുള്ള, പാർട്ടീഷൻ വയലൻസിന് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക മനുഷ്യനാണ് രംനിക് ഗാന്ധി. ഭയങ്കര ജനറസ് ആണ്. അരുണയുണ്ട്. അരുണ എന്ന് പറയുന്നത് രാംനിക്കിൻ്റെ വൈഫാണ് അരുണ. അത് ഭയങ്കര കൺസർവേറ്റീവ് ആണ്, ഭയങ്കര റിലീജിയസ് ആണ്, മുസ്ലിംസിനെ ഡിസ്ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ്. ഇനി ഇവരുടെ മകളാണ്, രാംനിക്കിൻ്റെ മകളാണ് സ്മിത, ഡോട്ടർ ഓഫ് രാംനിക് ആൻഡ് അരുണ. ഷീ ഈസ് വെരി സെൻസിറ്റീവ് ആൻഡ് ക്വസ്റ്റനിങ്. അങ്ങനെയാണ്. പിന്നെയാണ് ഹാർദിക വരുന്നത്, രാംനിക്കിൻ്റെ മദർ. ഹാർദികയുടെ യങ്ങർ സെൽഫിനെ കാണിക്കുന്നുണ്ട് ദക്ഷ. അപ്പോൾ രാംനിക്സ് മോം ഷേപ്ഡ് ബൈ ദ ട്രോമ ഓഫ് പാർട്ടീഷൻ്റെ ആ ട്രോമയിൽ നിന്ന് ഇതുവരെ അങ്ങനെയാണ് അവരുടെ ആ ലൈഫ് ഷേപ്ഡ് ആയിരിക്കുന്നത്. ഇനി ജാവേദ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, ബാബൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ബാബനെ ബോബി എന്നാണ് ഇതിൽ പറയുന്നത്. ജാവേദ് എന്താണ്, ഒരു ആംഗ്രി യങ് മുസ്ലിമാണ്, ഷേപ്ഡ് ബൈ റിപ്പീറ്റഡ് ഹ്യൂമിലിയേഷൻ ആൻഡ് റിജക്ഷൻ. ഈ ബാബൻ എന്ന് പറഞ്ഞ ബോബി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് വളരെ കാമായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് മുസ്ലിമാണ്. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് ആൾക്ക്. അപ്പം അങ്ങനെ ബാബനും ജാവേദും ആണ് ഉള്ളത്. ഒരു കമ്മ്യൂണൽ റൈറ്റിൻ്റെ സമയത്താണ് ഈ ബോബിയും ജാവേദും കൂടെ രാംനിക്കിൻ്റെ വീട്ടിലെത്തുന്നത് ടു സീക്ക് റെഫ്യൂജ്. രാംനിക് ആണെങ്കിൽ ഭയങ്കര ഒരു ഹ്യൂമാനിറ്റി ഉള്ള മനുഷ്യനാണ്. ഹി വോണ്ട്സ് ടു പ്രൊട്ടക്ട് ദം, ബട്ട് ഹാർദിക ഒപ്പോസസ് ഡ്യൂ ടു ഹർ ട്രോമാറ്റിക് മെമ്മറീസ് ഓഫ് പാർട്ടീഷൻ. ഹാർദിക അവർ മുസ്ലിംസ് ആയതുകൊണ്ടും ആ പാർട്ടീഷൻ്റെ സമയത്തുള്ള അങ്ങനെ ചില ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഉള്ളതുകൊണ്ടും ഹാർദിക എന്ത് ചെയ്യുന്നു, ഇത് എന്താ പറയുക, ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. ആസ് കോൺവെർസേഷൻസ് അൺഫോൾഡ്, രാംനിക് എക്സ്പോസസ് ഹിസ് ഹിഡൻ ഗിൽറ്റ് ആൻഡ് ഹിപ്പോക്രസി. കോൺവെർസേഷൻസ് എല്ലാം നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് തീരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, രാംനിക് പറയുന്നതാണ് ആളുടെ ഹിഡൻ ഗിൽട്ടും ഒരു ഹിപ്പോക്രസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടീഷൻ വയലൻസിൻ്റെ സമയത്ത് ഈ ഒരു ഹാർദികയുടെ മുസ്ലിം ഫ്രണ്ടിൻ്റെ ഫാദറിൻ്റെ ഷോപ്പാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവർ പിടിച്ചെടുത്തിരിക്കുന്നത്. അതാണ് ഇവരുടെ കടയായിട്ട് ഇവർ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഷോപ്പായിട്ട് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ആ ഒരു സംഭവം എക്സ്പോസ് ചെയ്യാണ്. അപ്പം അങ്ങനെ ഹാർദിക പറയുന്നുണ്ട്, കാര്യങ്ങൾ എന്നോട് തുറന്നു പറയായിരുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹാർദികയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ആവുന്നുണ്ട്. എന്നാൽ ഫൈനൽ സൊല്യൂഷൻസ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. രാംനിക്ക് ജാവേദിനും ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, ജോലി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്.
സൊല്യൂഷൻ കിട്ടിയോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ സംഹൗ അത് മാനേജ്ഡ് ആവുന്നുണ്ട്. സോ പ്ലേ ഷോസ് ദാറ്റ് ദർ ഇസ് നോ സിംഗിൾ സൊല്യൂഷൻ ടു കമ്മ്യൂണൽ ഹേറ്റ്രഡ്. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സെൽഫ് എക്സാമിനേഷൻ അതൊക്കെയാണ് മെയിനായിട്ട് ആവശ്യം. അവനവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അത് എക്സ്പോസ് ചെയ്യുക, അതല്ലെങ്കിൽ എന്താ പറയുക, അത് അംഗീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തീരുന്നത് എന്നുള്ള ഒരു ഫൈനൽ സൊല്യൂഷൻസ് ഒന്നുമില്ല കമ്മ്യൂണൽ റൈറ്റിന്, ഹേറ്റ്രഡിനൊന്നും. പക്ഷെ എന്താണ്, സെൽഫ് എക്സാമിനേഷൻ, ഡയലോഗ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഒരു എന്താ പറയുക പ്ലേ ആണ് ഫൈനൽ സൊല്യൂഷൻസ്. അതിൻ്റെ തീംസ് റിലീജിയസ് പ്രെജുഡിസ്, ഇൻഹെറിറ്റഡ് ഹേറ്റ്രഡ്, അതുപോലെ ജനറേഷണൽ കോൺഫ്ലിക്റ്റ് പറയുന്നുണ്ട്. ജനറേഷണൽ കോൺഫ്ലിക്റ്റ് മെയിനായിട്ട് എന്താ പറയുക, ഹാർദിക അല്ലെങ്കിൽ ദക്ഷ എന്നുള്ള ഒരിതും, അതുപോലെ ന്യൂ ജനറേഷനായ സ്മിത, രാംനിക്, അങ്ങനത്തെ ആൾക്കാരും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ ഈ ഓൾഡ് ജനറേഷൻ്റെ ആ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആണ്. ബിറ്റർനെസ് ആൻഡ് ഫിയർ, അണേബിൾ ടു ഗെറ്റ് അവേ ഫ്രം ദ ട്രോമ, പേഴ്സണൽ ലോസ് ഒക്കെയാണ് അവരുടെ കമ്മ്യൂണൽ ഹേറ്റ്രഡിന് കാരണം. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ജനറേഷൻ മാറുമ്പോൾ നോക്കുക, രാംനിക് ഭയങ്കര ജനറസ് ആണ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. സ്മിതയാണെങ്കിലും ഭയങ്കര ക്വസ്റ്റ്യനിങ് ആണ്, എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം എന്നുള്ളതാണ്. അറ്റംപ്റ്റ് ടു ഡയലോഗ് ആൻഡ് റിക്കൺസിലിയേഷൻ ഒരു ഹെൽപ്പ് ചെയ്യാമെന്നും ഒരു അനുരഞ്ജനത്തിന് ഭയങ്കര സാധ്യതയുണ്ട്. മറ്റവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് ഓൾഡ് ജനറേഷനാണ്. സോ അങ്ങനെ ഒരു ജനറേഷണൽ കോൺഫ്ലിക്റ്റ് ഇവിടെ വരുന്നുണ്ടെന്നുള്ളതാണ്. ഇനി മൊത്തത്തിൽ എന്താണ് മഹേഷ് ദത്താനിയുടെ കുറച്ച് തീംസ് എന്തൊക്കെയാണ് പ്ലേസിൻ്റെ. ഫസ്റ്റ് വൺ ആണ് ഹോമോസെക്ഷുവാലിറ്റി. ഹോമോസെക്ഷുവാലിറ്റി നമുക്ക് കാണുന്നത് ബ്രേവ്ലി ഫോർ ദ ക്വീനിലാണ് അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ടിരിക്കുന്നത്. അതുപോലെ പേട്രിയാർക്കി ഒരു ഇതെല്ലാത്തിലും കാണാം. അതായത് ഹസ്മുഖ് മേത്ത വേർ ദർ ഇസ് എ വിൽ എന്ന് പറഞ്ഞ പ്ലേയിലുണ്ട്. അമൃത് ലാൽ ഡാൻസ് ലൈക്ക് എ മാനിലൊരു പേട്രിയാർക്കി കാണാം. ജിതേനും ജിതേൻ്റെ ഫാദറും, അതായത് ബാക്കി കുറേ എന്താ പറയുക ഡൊമസ്റ്റിക് വയലൻസ് നേരിടേണ്ടി വരുന്നുണ്ട്. സോ അതും ബ്രേവ്ലി ഫോർ ദ ക്വീന് തന്നെ കിട്ടും. പിന്നെ ജെൻഡർ ഐഡന്റിറ്റിയാണ്. ജെൻഡർ ഐഡന്റിറ്റി പറയുകയാണെങ്കിൽ ഹസ്മുഖ് മേത്ത അത് ഡസ് നോട്ട് തിങ്ക് ഹിസ് സൺ അജിത് ആസ് മാൻലി ഇനഫ്, അതായത് റെസ്പോൺസിബിലിറ്റി ഇല്ല, അവനൊന്നും ഒരു ആണാണെന്നുള്ളൊരു കഴിവില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇയാൾ ചിന്തിക്കുന്നുണ്ട്. ഭയങ്കര ബീലിറ്റിൽ ചെയ്യുന്നുണ്ട് അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ. അമൃത് ലാൽ ആണെങ്കിലും അതെ, ഡസ് നോട്ട് തിങ്ക് ദറ്റ് ഡാൻസിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ മെൻ, അത് അങ്ങനെ ഭയങ്കരമായിട്ട് ഡൗട്ട് ചെയ്യുന്നുണ്ട് മോനെ. അതുപോലെ ഡാൻസ് പഠിക്കാൻ പോകുമ്പോഴും അവരുടെ ലോങ് ഹെയർ നീട്ടി വളർത്തിയിരിക്കുന്ന ഇവരുടെ ഡാൻസ് മാസ്റ്ററിനെ കാണുമ്പോഴൊക്കെ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് അമൃത് ലാലിന്. അതുപോലെ രത്ന എന്താണ്, ജെൻഡർ ഐഡന്റിറ്റി, തിങ്സ് ഹർ ഹസ്ബൻഡ് ജയരാജ് ഈസ് നോട്ട് മച്ച് ഓഫ് എ മാൻ. അതായത് ആളുടെ ആ ഒരു ഡാൻസിങ് കരിയറിലൂടെയൊക്കെ ഇങ്ങേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഫ്ലെക്സിബിലിറ്റിയും അയാളുടെ മൂവ്മെന്റ്സും ഒരു ഗേളിഷ് അല്ലെങ്കിൽ ഒരു ഫെമിനിൻ ടച്ച് അയാൾക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം രത്നയ്ക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഒരു ജെൻഡർ ഐഡന്റിറ്റി പറയുന്നത് ആ ബ്രേവ്ലി ഫോർ ദ ക്വീനിലെ ആ ഒരു ലൈൻ, അതായത് റാണി ലക്ഷ്മി ഭായിനെ കുറിച്ചുള്ള ഒരു ലൈൻ ഉണ്ട്. അതായത് സോ ബ്രേവ്ലി ഫോർട്ട് ദ മാൻലി ക്വീൻ. സോ ബ്രേവറി ഓഫ് എ ക്വീൻ എന്ന് പറഞ്ഞാൽ അത് മാൻലി ആക്കുകയാണ് അവരെ. വൈ? അതായത് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന മാസ്റ്റേർലി അല്ലെങ്കിൽ കുറച്ച് ബ്രേവ് ആയിട്ടുള്ളത് മെന്നും, സബ്സർവിയൻ്റ് ആയിട്ടുള്ള കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ആൾക്കാർ വിമനുമാണെന്നുള്ളതാണ്. മെൻ ആൻഡ് വിമൻ കാണ്ട് ഓപ്പൺ അപ്പ് ദെയർ സെക്ഷുവാലിറ്റി ഇൻ പബ്ലിക്, അതും ഉണ്ട്. അത് ബ്രേവ്ലി ഫോർ ദ ക്വീനിൽ തന്നെയാണ് അതും പറയുന്നത്. അതായത് നിതിനും പ്രഫുലും അവരുടെ ആ ഒരു സെക്ഷുവാലിറ്റി പബ്ലിക്കിൽ പറയാൻ അവർ ഭയപ്പെടുന്നു. ആൻഡ് ദേ ടുക്ക് ഹെറ്ററോസെക്ഷൽ മാരേജസ് എ കവർ ടു ദ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ്. ഇനി മെൻ കാണ്ട് ഡാൻസ്, ഭരതനാട്യം. സോ ഇതൊക്കെ ജെൻഡർ ഐഡന്റിറ്റീനെ എന്താ പറയുക ചലഞ്ച് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. റെവലേഷൻ ഓഫ് ദ പാസ്റ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മഹേഷ് ദത്താനിയുടെ പ്ലേസിലെല്ലാം പാസ്റ്റ് തിങ്സ് ആർ ഗെറ്റിംഗ് റിവീൽഡ് ഇൻ ദ പ്രസന്റ് ലൈവ്സ് ഓഫ് ക്യാരക്ടേഴ്സ്. അങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്. ആക്ഷൻസ് ദറ്റ് ഹാസ് ബിൻ സപ്രസ്ഡ്, അതുപോലെ ഒപ്രസ്ഡ് ആയിട്ടുള്ള അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവരുടെ ആ ഒരു പ്രോബ്ലത്തിന് കാരണമാകുന്നത്. വേർ ദർ ഇസ് എ വിൽ ആണെങ്കിൽ ഹസ്മുഖ്സ് ഫാദേഴ്സ് ഇമ്പാക്ട്, ഇൻഫ്ലുവൻസ് ദറ്റ് ഹാസ് ടു ബി റെക്കഗ്നൈസ്ഡ്. ഹസ്മുഖ് മേത്ത ഇങ്ങനെയായി, പക്ഷെ ആളുടെ ഫാദറിന്റെ ആ ഒരു ഇമ്പാക്റ്റും ഇൻഫ്ലുവൻസ് ആണ് അയാൾ ഇങ്ങനെ ആക്കിയത്. സോ ആ ഒരു റെവലേഷൻ ഓഫ് പാസ്റ്റ് അവിടെ ഉണ്ട്. അതുപോലെ ഡാൻസ് ലൈക്ക് മാൻ, ദ ജോയിനിങ് ഓഫ് രത്ന ആൻഡ് അമൃത് ലാൽ ടു ത്വാട്ട് ജയരാജ് ആംബിഷൻസ്, അത് എന്താണ്, അതും രത്നയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഗിൽട്ട് ഫീൽ ആക്കുന്നുണ്ട്. ബ്രേവ്ലി ഫോർ ദ ക്വീനിലാണെങ്കിൽ ജിതേൻസ് ഫാദർ ആങ്കർ, ആളുടെ പിന്നെന്താ നിതിൻ്റെ ഹോമോസെക്ഷുവാലിറ്റി, അതുപോലെ ജിതേൻസ് ഹാൻഡ് ഇൻ ദ ഡോട്ടേഴ്സ് ബാഡ് സിറ്റുവേഷൻ, ഇതൊക്കെ അതിലും പറയുന്നുണ്ട്. സോ ഇതെല്ലാം എന്താ റിവലേഷൻ ഓഫ് ദ പാസ്റ്റ് ആണ്. ഫൈനൽ സൊല്യൂഷൻസ് ആണെങ്കിൽ
രാംനിക്കിന്റെ ഫാദർ ചെയ്ത ആ ഹീനസ് ബിഹേവിയർ എന്താണ്, ഇങ്ങനെ മറ്റുള്ളവരുടെ ഷോപ്പ് തട്ടിയെടുത്തു എന്നുള്ള കാര്യം. അതൊക്കെ പാർട്ടീഷൻ വയലൻസിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്, അതായത് കമ്മ്യൂണൽ റൈറ്റ്സിലൊക്കെ സംഭവിക്കുമ്പോൾ വരുന്നതാണ്. മൊത്തത്തിൽ മഹേഷ് ദത്താനി നോക്കുകയാണെങ്കിൽ കോസാലിറ്റിയിൽ ഇൻട്രസ്റ്റഡ് അല്ല. എന്താണ് ലൈസ് ബിനീത്ത് എന്നുള്ളത് ജസ്റ്റ് തുറന്ന് കാണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതിൽ നിന്നുള്ള കോൺസിക്വൻസസ് ഇതാണെന്ന് ജസ്റ്റ് പറയാം. അങ്ങനത്തെ കാര്യങ്ങളിലല്ല ഇൻട്രസ്റ്റ്. വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് എന്ന് റിവീൽ ചെയ്യുന്നതിലാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമാണ് മിഡിൽ ക്ലാസ് ലൈഫ് കാണിക്കുക എന്നുള്ളത്. അതായത് ഒരു സക്സസ്ഫുൾ അപ്പിയറൻസിന് ബിനീത്ത് ആയിട്ടുള്ള വൾനറബിലിറ്റി അത് കാണിക്കാം. പിന്നെ ആളുടെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ നോർമൽ ആവറേജ് പീപ്പിൾ ആണ്, ഹു നീഡ് ലവ്, എഫെക്ഷൻ, സെക്ഷുവൽ ഫുൾഫിൽമെന്റ് ഒക്കെ വേണ്ട കുറച്ച് നോർമൽ ആയിട്ടുള്ള വളരെ ആവറേജ് ആൾക്കാരാണ്. ദ ഫാമിലി ലൈഫ് ഗിവ്സ് ദം പെയിൻ ദ കനോട്ട് എസ്കേപ്പ്, നീഡ് ടു വർക്ക് വിത്തിൻ ദ ഫാമിലി. എല്ലാം ഫാമിലിനെ ചുറ്റിപ്പറ്റിയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫാമിലിയുടെ ഉള്ളിൽ തന്നെ എന്ത് പ്രശ്നങ്ങളും എല്ലാ പബ്ലിക് ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫെമിലിയൽ പ്രോബ്ലത്തിന്റെ ബേസിസിലാണ്. അടുത്ത തീമാണ് ഫാമിലി. അതാണ് നമ്മുടെ ഇതിലത്തെ ബാറ്റിൽ ഫീൽഡ്. നമ്മളുടെ മഹേഷ് ദത്താനിയുടെ എല്ലാ സംഭവത്തിലത്തെയും ബാറ്റിൽ ഫീൽഡാണ് ഫാമിലി. ഒരു സോഷ്യലൈസേഷൻ ഇൻസൈഡ് ദ ഫാമിലീസ് സംഭവിക്കുന്നത് അതിന്റെ മെമ്പേഴ്സിന്റെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ലൈക്ക് മോൺസായി ട്രീസിന് കാരണമാകുന്നുണ്ട്. സപ്രഷൻ ഓപ്പറേഷൻ ഒക്കെ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്നു. കൺട്രോൾസ് ഫ്രീഡം ആൻഡ് ഗ്രോത്ത്, പ്രൊഡ്യൂസസ് ഇൻഡിവിജ്വൽസ് വിത്ത് നാരോ മൈൻഡഡ്നെസ്, സെൽഫിഷ്നെസ്, മീൻ പീപ്പിൾ, അങ്ങനെയൊക്കെ ഫാമിലി പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് മെയിൻ തീംസ് ഓഫ് മഹേഷ് ദത്താനിയുടെ പ്ലേയുടെ. ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട്, പേട്രിയാർക്കി, ജെൻഡർ ഐഡന്റിറ്റി, റെവലേഷൻ ഓഫ് ദ പാസ്റ്റ്, മിഡിൽ ക്ലാസ് ലൈഫ്, ഫാമിലി. ഇങ്ങനെ ഒരു 6 തീംസ് ആണ് മേജർ തീംസ് ആയിട്ടുള്ളത്. ഇനി ടെക്നിക്സ് ആൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇമ്പോസിബിൾ റിയലിസം ഒന്നും കൂടെ യൂസ് ചെയ്തിട്ടില്ല. അതായത് കോൺഷ്യസ്ലി അവോയ്ഡ്സ് ക്രിയേറ്റിംഗ് എ റെപ്ലിക്ക ഓഫ് എവറിഡേ റിയാലിറ്റി ഇൻ സ്റ്റേജ്. കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ തിയേറ്ററിക്കൽ ആയിട്ടുള്ള എന്താ പറയുക ആംഗിൾസിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാര്യം ഇയാൾ നോക്കുന്നുണ്ട്. അതായത് റാദർ ദാൻ ഇമിറ്റേറ്റിംഗ് ലൈഫ് എക്സാക്ട്ലി ഇറ്റ് അപ്പിയേഴ്സ്, അങ്ങനെയല്ല മഹേഷ് ദത്താനി കാണിക്കുന്നത്. സോ ഇമ്പോസിബിൾ റിയലിസം ആളുടെ പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. രണ്ടാമത്തെയാണ് ഒരു ടെക്നിക്കാണ് ദ തിയേറ്ററിക്കൽ എക്സ്പെരിമെന്റേഷൻ. അതായത് ഗോസ്റ്റ് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്, ഡയറക്റ്റ് അഡ്രസ് ടു ഓഡിയൻസ്, വിസിബിൾ ആയിട്ടുള്ള റോൾ സ്വിച്ചിങ്, ഇതെല്ലാം നമുക്ക് തിയേറ്ററിക്കൽ എക്സ്പെരിമെന്റേഷൻസ് കുറെ സംഭവിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഫസ്റ്റ് നമ്മളുടെ വേർ ദർ ഇസ് എ വിൽ പ്ലേ ആണെങ്കിൽ ഗോസ്റ്റ് ഇസ് അഡ്രസ്സിങ് ദ ഓഡിയൻസ്. അതായത് ഇവിടുത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ദത്താനീസ് അവയർനെസ് ഓഫ് ദ തിയേറ്റർ ആസ് എ പെർഫോമൻസ് റാദർ ദാൻ മിയർ പ്രസന്റേഷൻ. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഫ്ലൂയിഡിറ്റി ഓഫ് ടൈം, സ്പേസ് ആൻഡ് ഐഡന്റിറ്റി ആണ്. ഇപ്പോൾ ഡാൻസ് ലൈക്ക് എ മാനിലൊക്കെ പറയുകയാണെങ്കിൽ ആക്ടർ ഷിഫ്റ്റ് റോൾ ഇൻസ്റ്റന്റ്ലി, വളരെ വിസിബിൾ ആയിട്ട് മാറും. സെയിം പെർഫോമർ തന്നെയാണ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജനറേഷനിലുള്ള ക്യാരക്ടേഴ്സിനെ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജയരാജിനെയും അമൃത്ലാലിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരേ ആക്ടർ തന്നെയാണ്, പക്ഷെ ഡിഫറെൻറ്റ് ജനറേഷനിലുള്ള ക്യാരക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് മെമ്മറി ആൻഡ് സൈക്കോളജിക്കൽ കണ്ടിന്യൂറ്റി റാദർ ദാൻ chronological realism. Also role switching, understanding the idea that past constantly inhabits the present എന്ന് അർത്ഥമാക്കാൻ കൂടിയാണ് ഈ റോള് ഒരേ ആക്ടറിനെ കൊണ്ട് തന്നെ പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ സ്ട്രക്ചറൽ നെസസിറ്റി അതിനും കൂടി ബേസ് ചെയ്തിട്ടാണ്. അടുത്തതാണ് സ്റ്റേജ് ലെവൽസിന്റെ യൂസേജ്. അതൊരു ടെക്നിക്കാണ്. ഡിവൈഡ്സ് സ്റ്റേജ് ഇൻ ടു ഡിഫറെന്റ് ലെവൽസ് ടു റെപ്രസെന്റ് മൾട്ടിപ്പിൾ ടൈം, സ്പേസസ് ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ് സൈമിൾട്ടേനിയസ്ലി. ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് അല്ല, പക്ഷെ ക്രിയേറ്റ്സ് ലെയേർഡ് നെറേറ്റീവ്സ് ആണ്. ഡിഫറെന്റ് റിയാലിറ്റീസ് അപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന റിയൽ ലൈഫിനോട് വളരെ സാമ്യപ്പെടുത്തിയുള്ള ഒരു ലെയേർഡ് നെറേറ്റീവ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രേവ്ലി ഫോർ ദ ക്വീനിൽ ദ ബ്രദേഴ്സ് ഓഫീസ് കോൺവെർസേഷൻ ഒക്കെ അലോങ് സൈഡ് ദ മദേഴ്സ് ഇന്ററാക്ഷൻസ് അറ്റ് ഹോം. അപ്പോൾ നമുക്ക് ഒരു ക്രിട്ടിക്കൽ ജഡ്ജ്മെന്റ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും അവിടെ. അടുത്ത ഒരു ടെക്നിക്കാണ് പ്രസൻസ് ഓഫ് ദ പാസ്റ്റ്. Past is never closed or resolved in Dattani's theatre. Example, Final Solutions, where Hartika and younger self Daksha occupy the same space, shows memory as an active force shaping the present. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് അല്ല,
ഇത് എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് ആയിട്ട് എടുക്കരുത്. അതായത് പ്രസൻസ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പാസ്റ്റിൻ്റെ ആ ട്രോമയൊക്കെയാണ് ഭയങ്കരമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഡൊമസ്റ്റിക് സ്പേസ് പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് സ്പേസ്. ലാർജ് സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് സച്ച് ആസ് കമ്മ്യൂണിക്കേഷൻ ദത്താൻ ഈസ് ഡെലിബറേറ്റ്ലി റെസ്ട്രിക്ട്സ് ദി ആക്ഷൻ ടു ഡൊമസ്റ്റിക് സ്പേസസ്. അത് എല്ലാ വീടിൻ്റെ ആ ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് എല്ലാ പരിപാടിയും ദത്താനി നടത്തിയിരിക്കുന്നത്. Focuses on family relationships rather than mass movements, allows him to show how public ideologies infiltrate private lives. ഇനി അതിൽ സിംബോളിസം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ബോൺസായി പ്ലാന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? കൺട്രോൾഡ് ആൻഡ് സിമുലേറ്റഡ് ഗ്രോത്ത് ഓഫ് എസ്പെഷ്യലി മാൻ അല്ലെങ്കിൽ വുമൻ ഓഫ് പീപ്പിൾ അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത റോൾ ഓഫ് ഹ്യൂമർ ആണ്. ഹിസ് പ്ലേസ് കണ്ടെയ്ൻ ലൈറ്റ് കോമഡി ആൻഡ് ഡാർക്ക് ഹ്യൂമർ. ത്രൂ ലാഫ്റ്റർ ഹി അലൗസ് ദ ഓഡിയൻസ് കൺഫ്രണ്ട് ദ അൺകംഫർട്ടബിൾ ട്രൂത്ത്സ് ആൻഡ് മോറൽ കോൺട്രഡിക്ഷൻസ്. അടുത്തത് ഇന്ത്യൻ ഇംഗ്ലീഷിനെ കുറിച്ച്. സ്പീച്ച് പാറ്റേൺസ് ഓഫ് മിഡിൽ ക്ലാസ് ഇന്ത്യൻ ഇംഗ്ലീഷ് ആണ് ആളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡ്രമാറ്റിക് വിഷനെ കുറിച്ച്, എക്സ്പോസിംഗ് കോംപ്ലക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് വിച്ച് റിമെയിനിങ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. അങ്ങനെയുള്ള ചില ഡ്രമാറ്റിക് വിഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ചാപ്റ്റർ 2. ഇതെല്ലാം പ്ലേസിനെ കുറിച്ചും അതിൽ യൂസ് ചെയ്ത ടെക്നിക്സിനെ കുറിച്ചും തീംസിനെ കുറിച്ചുമാണ്.